ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് 6. പഴയ പണവും പുതിയ പണവും. നിങ്ങൾക്കും നിങ്ങളുടെ ഗോളുകൾക്കും ഇടയിലായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ മാത്രമാണ്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു സാമ്പത്തിക ആശയത്തെക്കുറിച്ചാണ്. അതായത് പഴയ പണവും പുതിയ പണവും. താങ്കൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലും കൃത്യമായും മനസ്സിലാക്കണം. കാരണം പലപ്പോഴായി നമ്മുടെ ജീവിതത്തിലേക്ക് പണം വരാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്താണെന്നറിയാമോ? പഴയ പണം. ഇത്രയും നാളും നാം അറിയാതെ പിന്തുടർന്നു പോന്നിരുന്നൊരു വലിയ അബദ്ധം തിരുത്തിക്കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഉയരാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ആശയങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും പഴയ പണത്തിലാണെങ്കിൽ ജീവിതത്തിലേക്ക് പണം വരാനുള്ള സാധ്യതകൾ കുറയും. പുതിയ പണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കാണ് സാമ്പത്തികമായി വലിയ ഉയർച്ചയുണ്ടാകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്താണ് പുതിയ പണം, എന്താണ് പഴയ പണം എന്ന് മനസ്സിലാക്കാം. എന്താണ് പഴയ പണവും പുതിയ പണവും? ലളിതമായി പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള പണമാണ് ഈ പഴയ പണം എന്ന് പറയുന്നത്. നമ്മുടെ കഴിവോ അധ്വാനമോ ഉപയോഗിച്ച് നാം പുതിയതായി സമ്പാദിക്കുന്ന പണമാണ് പുതിയ പണം. നമ്മുടെ അടുത്ത് നിന്ന് മറ്റുള്ളവർ കടം വാങ്ങിയിട്ട് തരാനുള്ള പണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് അവകാശപ്പെട്ടതും എന്നാൽ പല തടസ്സങ്ങൾ കൊണ്ടും കിട്ടാത്തതുമായ പണം, അതുമല്ലെങ്കിൽ കേസുകളിലൊക്കെ കുടുങ്ങിയിട്ടുള്ള കുടുംബ സ്വത്ത്, ഇതെല്ലാം പഴയ പണമാണ്. വർഷങ്ങളായി ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടിരുന്ന് നമ്മെ നിരാശപ്പെടുത്തിയിട്ടുള്ള പണം. ഇങ്ങനെ പഴയ പണത്തിന് പിന്നിൽ നമ്മെ വേദനിപ്പിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് കഥകളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും. പഴയ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിപക്ഷം പേർക്കും വിഷമം വരും, ദേഷ്യം വരും, നിരാശയും നിസ്സഹായതയും ഒക്കെയാണ് വരുന്നത്. എങ്കിൽ പോലും കൂടുതൽ പേരും തങ്ങളുടെ സമയവും ഊർജവും ഒക്കെ പാഴാക്കുന്നത് പഴയ പണത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. ഫലമോ പുതിയ പണം സൃഷ്ടിക്കാനുള്ള മാനസികാവസ്ഥ പോലും നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ ഒരുപാട് പേർ വീണുപോയിട്ടുള്ള ഈ ചതിക്കുഴിയിൽ ഇനി നിങ്ങൾ വീണുപോകരുത്. ഇനി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുതിയ പണത്തിലാണ്. നമ്മുടെ കഴിവും അധ്വാനവും പരിശ്രമവും ഉപയോഗിച്ച് പല സ്രോതസ്സുകളിലൂടെ നാം നേടുന്ന വരുമാനമാണ് പുതിയ പണം. അതായത് ജോലിയിലൂടെ, പല ബിസിനസ്സുകളിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന പണമാണിത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും പുതിയ പണത്തിലായിരിക്കണം. അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ആളുടെ കഥ നമുക്കിവിടെ, ഇത് യഥാർത്ഥ പേരല്ല കേട്ടോ, പറയാം. ഓക്കെ, ഈ അബദ്ധം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അതായത് നാട്ടിലെ പ്രമാണികളായിരുന്ന ആൻഡോ ചേട്ടൻ്റെ കുടുംബം, നൂറുകണക്കിന് പരന്നു കിടക്കുന്ന ഭൂസ്വത്തും തറവാട്ടു മഹിമയും ഒക്കെയുള്ളൊരു കുടുംബം. തൻ്റെ 4 മക്കൾക്കും അക്കാലത്ത് നല്ല വിദ്യാഭ്യാസം തന്നെ നൽകാൻ ആ പിതാവ് ശ്രദ്ധിച്ചു. 4 മക്കളിൽ മൂത്തയാളായിരുന്നു ഈ ആൻഡോ ചേട്ടൻ. ഒരേ ഒരു പെങ്ങളെ മറ്റൊരു വലിയ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു. അന്നത്തെ കാലത്ത് മദ്രാസിൽ നിന്നാണ് ആൻഡോ ചേട്ടൻ ഉയർന്ന മാർക്കോടെ എൻജിനീയറിംഗ് പൂർത്തിയാക്കിയത്. ഉടനെ തന്നെ വലിയൊരു സ്ഥാപനത്തിൽ ഉയർന്ന വേതനത്തിൽ ജോലിയും ലഭിച്ചു. വലിയ ആർഭാടത്തോടെയാണ് ആൻഡോ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞത്. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായി. രണ്ടാമത്തെ സഹോദരനും ചേട്ടൻ്റെ പിന്നാലെ എഞ്ചിനീയറായി. അയാൾ കുറച്ചുനാൾ ജോലി ചെയ്തിട്ട് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങി. എന്നാൽ ഏറ്റവും ഇളയ സഹോദരനാകട്ടെ പഠിക്കാൻ ചേട്ടന്മാരെ പോലെ അത്ര കേമനായിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഡിഗ്രി പോലും കയറിക്കൂടാൻ അവന് കഴിഞ്ഞില്ല. എല്ലാവരും കളിയാക്കിയിട്ടും ആ പിതാവ് മാത്രം മകനെ ചേർത്തു നിർത്തി. എല്ലാവരും ജോലിയും ബിസിനസ്സുമായി പോയാൽ കൃഷിയൊക്കെ ആര് നോക്കും എന്ന് പറഞ്ഞ് കൃഷിയുടെ ചുമതല ആർക്ക് ഏൽപ്പിച്ചു? അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അവനത് ഭംഗിയായി തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ബിസിനസ്സുള്ള മകന് തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്താനായി കുറച്ച് ഫണ്ട് ആവശ്യമായി വന്നു. അയാൾ മൂത്ത ചേട്ടനായ ആൻഡോയോടാണ് ഇക്കാര്യം ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പച്ചന് പ്രായമായി. ഇതൊരു നല്ല അവസരമായി കണ്ട് തൻ്റെ സ്വത്തുവിഹിതം ചോദിക്കാമല്ലോ എന്നോർത്ത് ആൻഡോ ചേട്ടനും കരുതി. അങ്ങനെ ഇക്കാര്യം പിതാവിന് മുന്നിൽ അവതരിപ്പിച്ചു. ഞാൻ തന്നെ ഇത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുതന്നെയാണ് ഇതിനുള്ള സമയം എന്ന് പറഞ്ഞ് പിതാവ് താൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള രേഖകളെടുത്തു. അതിൽ 3 മക്കൾക്ക് തുല്യമായി സ്വത്ത് ഭാഗിച്ചിരിക്കുന്നു. ഇളയ മകനുള്ള വിഹിതം അല്പം കൂടുതലുണ്ട്.
അത് കണ്ടപ്പോൾ ആൻഡോ ചേട്ടൻ്റെ മുഖം ചുവന്നു. നിങ്ങൾക്കെല്ലാം മറ്റ് വരുമാന മാർഗങ്ങളുണ്ട്, എന്നാൽ അവന് കൃഷിയാണ് ജീവിതമാർഗം. അവൻ പഠിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ എന്നായിരുന്നു ആൻഡോ ചേട്ടൻ്റെ ചോദ്യം. രണ്ടാമത്തെ സഹോദരന് പക്ഷേ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം തൻ്റെ വിഹിതം പണയപ്പെടുത്തി വായ്പയെടുക്കണം, ബിസിനസ് വിപുലപ്പെടുത്തണം എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ആൻഡോ ചേട്ടനെ പിന്തുണയ്ക്കാൻ ആരുമുണ്ടായില്ല. അത്ര സന്തോഷത്തോടെയല്ല ആൻഡോ ചേട്ടൻ തിരിച്ചു പോയത്. ഏറെ വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യം അമ്മ മരിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം അവരുടെ അപ്പച്ചനും. മക്കളെല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടി. അവരുടെ സഹോദരിക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തൻ്റെ സ്വത്ത് വിൽക്കണം. ഏതെങ്കിലും സഹോദരന്മാർ വില കൊടുത്ത് അത് വാങ്ങുകയാണെങ്കിൽ പുറത്തു കൊടുക്കണ്ടല്ലോ എന്നോർത്ത് അവർ പറഞ്ഞു. ബിസിനസ്സുകാരനായ രണ്ടാമത്തെ സഹോദരൻ അതിന് തയ്യാറായി. അതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കിടയിലാണ് ആൻഡോ ചേട്ടൻ ഒരു കാര്യം മനസ്സിലായത്. അതായത് തനിക്ക് പിതാവ് നൽകിയ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം ഇളയ സഹോദരൻ കൈയടക്കിയിരിക്കുന്നു. ഏകദേശം 11 സെൻറ്റോളം. അല്ലെങ്കിൽ തന്നെ നിനക്ക് അപ്പച്ചൻ ഉള്ളത് മുഴുവൻ തന്നു, എന്നിട്ട് എനിക്ക് ആകപ്പാടെ കിട്ടിയതുകൂടി നീ എടുത്തോ എന്ന് ചോദിച്ച് അദ്ദേഹം അനിയൻ്റെ നേരെ പാഞ്ഞെടുത്തു. എല്ലാവരും ചേർന്ന് ആൻഡോ ചേട്ടനെ ഒരു വിധത്തിൽ പിടിച്ചു മാറ്റി. ആൻഡോ ചേട്ടൻ അനിയനെതിരെ കേസ് കൊടുത്തു. എന്നാൽ പിന്നെ താൻ വാങ്ങിച്ചെടുക്ക് എന്നായി അനിയൻ. എല്ലാവരും എത്ര പറഞ്ഞിട്ട് ക്ഷമിക്കാൻ ആൻഡോ ചേട്ടൻ തയ്യാറായില്ല. വിട്ടുകൊടുക്കാൻ ഇളയ സഹോദരൻ. കേസ് നീണ്ടുപോയി. അതിനിടയിൽ ആൻഡോ ചേട്ടൻ വലിയ വീടൊക്കെ വെച്ച് നാട്ടിൽ താമസമാക്കി. 2 മക്കൾക്കും വിദേശത്ത് നല്ല ജോലിയൊക്കെ ലഭിച്ചു. പക്ഷേ ആൻഡോ ചേട്ടൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയ ആ 11 സെൻറ്റിലായിരുന്നു. അനിയൻ്റെ ചതിയോർത്ത് അദ്ദേഹം നീറി ജീവിച്ചു. പല അസുഖങ്ങളും അദ്ദേഹത്തിന് പിടിപെട്ടു. ഒരു ദിവസം രാവിലെ പതിവില്ലാതെ ഏറെ നേരം ഉറങ്ങുന്നത് കണ്ട ഭാര്യ അദ്ദേഹത്തെ വിളിക്കാനായി മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് തണുത്ത് മരവിച്ച ശരീരമായിരുന്നു. പുലർച്ചെയുണ്ടായ ഹൃദയാഘാതത്തിൽ ആരുമറിയാതെ അദ്ദേഹം യാത്രയായി. നോക്കൂ, ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാതെയാണ് ആ മനുഷ്യൻ കടന്നുപോയത്. ഇളയ സഹോദരനാകട്ടെ ചേട്ടൻ്റെ മരണത്തോടെ കുറ്റബോധം കൊണ്ട് ആകെ തകർന്നു. തർക്കത്തിലിരിക്കുന്ന 11 സെൻറ്റ് ആൻഡോ ചേട്ടൻ്റെ മക്കൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. പഴയ പണത്തിന് പിന്നാലെ നടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആൻഡോ ചേട്ടൻ്റെ കഥ ഓർമ്മ വരും. തൻ്റെ ജോലിയിൽ നിന്ന് അദ്ദേഹം കോടികൾ സമ്പാദിച്ചിരുന്നു. ഭാര്യയ്ക്കും നല്ല വരുമാനമുള്ള ജോലി ഉണ്ടായിരുന്നു. ഈ 11 സെൻറ്റ് കൂടാതെ അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അനധികൃതമായി ചേട്ടൻ്റെ സ്വത്ത് കൈക്കലാക്കി വെച്ച സഹോദരനും സമാധാനം കിട്ടിയില്ല. അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വ്യക്തമാകുന്നത്? പഴയ പണത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോഴുള്ള അപകടം മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ കൂടുതൽ പേരും ഫോക്കസ് ചെയ്യുന്നത് ഈ പഴയ പണത്തിലാണ്. ചിലരാകട്ടെ ഇപ്പോഴത്തെ വരുമാനം പോലും ഇല്ലാതാക്കിയിട്ട് പഴയ പണത്തിന് പിന്നാലെ പോകും. ഒടുവിൽ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയാകും ഉണ്ടാവുക. പലരും നമ്മുടെ അടുത്ത് നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം കടമായി വാങ്ങും. അവരുടെ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നി നാം ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുക്കും, അവരെ സഹായിക്കും, അല്ലേ? പിന്നീട് നമുക്ക് ആ അത്യാവശ്യം വരുമ്പോൾ ഇവർ തിരിച്ചു തരുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കടം കൊടുക്കുകയൊക്കെ. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ആ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അത് കിട്ടാറില്ല. അതിൻ്റെ പേരിൽ വാക്കുതർക്കം, ബന്ധത്തിൽ ഉലച്ചിൽ, ഇതെല്ലാം സംഭവിക്കും. 90% പേരും തിരിച്ചു കിട്ടാനുള്ള പണത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോഴും അത് കിട്ടാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇല്ലായ്മയുടെ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ അതുണ്ടാക്കുന്ന മാനസിക സംഘർഷം വേറെയും നമ്മുടെ മനസ്സിനെ നെഗറ്റീവായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഇതെല്ലാം, അല്ലേ? ഒരാൾക്ക് പണം കൊടുത്ത് സഹായിച്ചിട്ട് നമ്മുടെ ഊർജത്തെ എന്തിനാണ് ഇങ്ങനെ ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നത്? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ മനസ്സിനെ എന്തിനാണ് ഇത്തരത്തിൽ നെഗറ്റീവാക്കി തീർക്കുന്നത്? ഇങ്ങനെ തിരിച്ചു കിട്ടാനുള്ള പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നതിന് പകരം പുതിയ പണത്തിൽ ഫോക്കസ് ചെയ്യുക. നാം ജോലി ചെയ്ത് വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടും സമ്പാദിക്കുന്ന പണം, ഇതാണ് ഈ പുതിയ പണം എന്ന് പറയുന്നത്. ആ പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുക. എന്താണോ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് കിട്ടാനുള്ള പണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന മാനസികാവസ്ഥയിലായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ കടം കൊടുത്ത വ്യക്തിക്ക് സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാകുന്ന സമയത്ത് അത് അയാൾ പൂർണ്ണമായും തിരിച്ചു തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക.
അതേ അവിടെ ചെയ്യേണ്ടതുള്ളൂ. അതിന് പകരമായി നാം എപ്പോഴും ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവായി സംസാരിച്ചു കൊണ്ടിരിക്കും, അല്ലേ? സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ബിസിനസ് രംഗത്തുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കടം കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളി എന്നെ ചതിച്ചു, എൻ്റെ പണം പലയിടത്തും ബ്ലോക്കായി കിടക്കുകയാണ് എന്നൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് എനർജി നാം മറ്റുള്ളവരിലേക്കും പകരുകയാണ് ചെയ്യുന്നത്. നാം എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ എപ്പോഴും സംസാരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. കടം വാങ്ങി തിരിച്ചു തരാതെ പറ്റിച്ച വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് പുതിയ പണം നമ്മുടെ കൈകളിലേക്ക്, അല്ലെങ്കിൽ പഴയ പണത്തെക്കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായി ഒഴിവാക്കി പുതിയ പണത്തെ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വ്യക്തമായി കേൾക്കുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്തുകയാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന്, ഒരു സുഹൃത്തിനെ നിങ്ങൾ അയാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ 10,000 രൂപ കൊടുത്ത് സഹായിച്ചു എന്ന് കരുതുക. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇതുവരെ അയാൾ അത് തിരിച്ചു തന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ ആരെങ്കിലും ചതിച്ചു, പലയിടത്തു നിന്നും നിങ്ങൾക്ക് പണം കിട്ടാനുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, അയാൾ തരാനുള്ള 10,000 രൂപയ്ക്ക് പകരമായി നിങ്ങളുടെ ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അധികമായി 20,000 രൂപ ലഭിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇക്കാര്യം മനസ്സിൽ നന്നായി വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ലഭിക്കുന്ന വികാരം എന്താണ്? സമൃദ്ധിയുടേതായൊരു വികാരം നിങ്ങൾ സൃഷ്ടിക്കും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ അറിഞ്ഞുകൊണ്ട് പണം തരാതെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പുറത്തു കൊടുക്കുക. അവരോടുള്ള പകയോ വിദ്വേഷമോ ഉപേക്ഷിക്കുക. ഇനി 3, അടുത്തതായി ചെയ്യേണ്ടത്, അയാൾ പണം തിരിച്ചു തരാതെ പറ്റിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തി നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആ പണം തിരിച്ചു കൊണ്ടു തന്നതായും അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം അനുഭവിക്കുക. എന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അയാൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്തുണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക. കടം കൊടുക്കൽ മാത്രമല്ല, പലരും പഴയ പണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരു സാഹചര്യം, അതായത് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? ഇതിലെ പിന്നാലെ പോകുന്നതാണ് പല കുടുംബങ്ങളെയും ബന്ധങ്ങൾ തകരാനുള്ള കാരണം. നാം ആഗ്രഹിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ നമ്മിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്തൊരു കാര്യം ചെയ്യുക. നിങ്ങളിൽ പലർക്കും കുടുംബസ്വത്ത് കിട്ടുമ്പോൾ പലതും ചെയ്യാമെന്ന് നല്ല പ്ലാനുകളും ഉണ്ടാവും, അല്ലേ? അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ സമ്പത്ത് നിറഞ്ഞത് തന്നെയാണ്. എണ്ണമറ്റ സമ്പത്ത് കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അവസരമുണ്ട്. പരിധികളില്ലാത്ത സമ്പത്ത് കൊണ്ട് ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വിഹിതം നിങ്ങൾക്ക് സ്വന്തമായി മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ നന്നായി വിഷ്വലൈസേഷൻ ചെയ്യുക കിട്ടാനുള്ള പുതിയ പണത്തെക്കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇരട്ടി വേതനത്തിൽ മറ്റൊരു ജോലി ലഭിക്കുന്നു. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കപ്പെടുന്നു, പുതിയ മേഖലകളിലേക്ക് കടക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ വരുമാനം കൂട്ടാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പുതിയ പണത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച പഴയ പണം പോലും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. പണം തിരികെ ലഭിക്കാനുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പഴയ പണത്തെക്കുറിച്ച് നമ്പറിട്ട് എഴുതുക. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള പണം, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ ലിസ്റ്റിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും ആലോചിച്ച് അവരെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുക. അവർക്ക് സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി, ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. മൂന്നാമത്, നെഞ്ചിൽ കൈവച്ച് അവരുടെ മുഖം നന്നായി ഓർത്തുകൊണ്ട് ഐ ബ്ലെസ് യു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് 3 തവണ ആവർത്തിക്കുക. അവരുടെ സമ്പത്തിനും ആരോഗ്യത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി പുതിയ പണം ലഭിക്കുന്നതിനുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ
പുതിയൊരു പേജ് എടുത്ത് അതിന് പുതിയ പണം എന്ന് തലക്കെട്ട് കൊടുക്കുക. ഓക്കെ, അതിന് താഴെയായി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എത്രയാണെന്ന് എഴുതുക. അതിൻ്റെ സ്രോതസ്സും ഒക്കെ എഴുതുക. അടുത്തതായി നിങ്ങളുടെ ബിസിനസ്സിൽ ജോലിയിൽ നിന്ന് കൂടുതലായി വരുമാനം കണ്ടെത്താനായി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചിന്തിക്കുക. പുതിയ മേഖലകൾ കണ്ടെത്തുക. അവ മനസ്സിൽ സൂക്ഷിക്കാതെ നമ്പറിട്ട് എഴുതുക. പണവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അല്ലേ? ഇനിയുള്ള യാത്രയിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് മോർഗൻ ഹൗസൽ എഴുതിയ ദി സൈക്കോളജി ഓഫ് മണി. അതെല്ലാവരും പറ്റുമെങ്കിൽ വാങ്ങിച്ച് വായിക്കുക. അതായത് ഏറ്റവും മികച്ച ധനപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ഓക്കെ, നാം പണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന പല തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് അത്യാഗ്രഹം, പൊങ്ങച്ചം, അസൂയ തുടങ്ങിയ അനേക വികാരങ്ങളാണ്. ഓക്കെ, അത്യാഗ്രഹത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ തെറ്റുകളിലേക്ക് വഴിതെളിയിക്കും. അതുപോലെ അസൂയയോട് കൂടിയ തീരുമാനങ്ങൾ നമ്മുടെ ചിന്തകളെ മങ്ങിയതാക്കും. പണത്തെക്കുറിച്ചുള്ള പുതിയ വീക്ഷണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സാമ്പത്തിക വിജയത്തിന് ഇതെല്ലാം ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പഴയ പണവും പുതിയ പണവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.